എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബൾക്കായിട്ട് ജി എസ് നമ്പറുള്ള പാർട്ടികളെ നമുക്ക് ഇതിനകത്ത് ഒറ്റ ഇതിൽ ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒന്നെങ്കിൽ ഗോ ടു മെനു പോവാം, അല്ലെങ്കിൽ GSTയുടെ ഇതിനകത്ത് മെനുവിനകത്ത് കയറി അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് ക്രിയേറ്റ്, അതിനെ ഗോ ടു പോവാം. ഗോറ്റിനകത്ത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ അടിച്ചു കഴിയുമ്പോഴത്തേന് ക്രിയേറ്റ് പാർട്ടി യൂസിങ് GSTI എന്നുള്ള ഓപ്ഷൻ എടുക്കാം. ഇതെടുത്ത് കഴിയുമ്പോൾ ഇതിനകത്ത് GST നമ്പർ ഒന്നെങ്കിൽ മാനുവലായിട്ട് അടിച്ചു കൊടുക്കാം, 1 2 3 താഴോട്ട് എത്ര GST നമ്പർ വേണമെങ്കിലും നമുക്ക് അടിച്ചു കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് റൈറ്റ് സൈഡിൽ കാണാം ഇമ്പോർട്ട് GSTI ഫ്രം എക്സൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാത്ത് എവിടെയാണെന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. സ്പെസിഫൈ പാത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് എവിടെയാണോ ഫയൽ കിടക്കുന്നത്, ഇപ്പോൾ സിസ്റ്റത്തിൽ ഈ ഡ്രൈവിനകത്താണ് എക്സൽ കിടക്കുന്നത്. സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പാത്ത് നമുക്ക് സെലക്ട് ചെയ്താൽ കോപ്പി എടുത്തു കഴിഞ്ഞാൽ കോപ്പി ടെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാത്ത് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഡിഫൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇമ്പോർട്ട് ഫയൽ നെയിം, അന്നേരം ആ ഡിഫൈൻ ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിനകത്തുള്ള ഫയലുകളെല്ലാം കാണിക്കുന്നത് നമ്മുടെ ഫയലിൻ്റെ പേരാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് വർക്ക്ഷീറ്റ് ഷീറ്റ് 1 ആണോ 2 ആണോ എന്നുള്ളത് അത് നമുക്കൊന്ന് ഉറപ്പിക്കണം. ഇത് ഷീറ്റ് 2ലാണ് കിടക്കുന്നത്. താഴെ നോക്കിയാൽ കാണാം ഷീറ്റ് 1 2 എന്നുള്ളത്. ഷീറ്റ് 2ലാണ് ഇത് കിടക്കുന്നത്. ഷീറ്റ് 2 എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഷീറ്റ് അതിനകത്ത് കോളം എ എന്ന് പറഞ്ഞ കോളത്തിലാണോ ബി എന്ന് പറഞ്ഞ കോളത്തിലാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ എ എന്ന് പറഞ്ഞ കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുക, യെസ് കൊടുക്കുക. കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ കയറി വന്നു. കൺട്രോളായി അടിച്ചു കഴിഞ്ഞാൽ പാർട്ടികൾ മുഴുവൻ ഡീറ്റെയിൽസ് GST പോർട്ടലിൽ അതേ രീതിയിൽ അഡ്രസ്സും കാര്യങ്ങളും കയറ്റി വരും. ഇവിടെ ഇനി അണ്ടർ സൺഡ്രി ഡെറ്റർ ആണോ ക്രെഡിറ്റർ ആണോ എന്നുള്ളത് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം സൺഡ്രി ഡെറ്റേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സൺഡ്രി ഡെറ്റർ തന്നെ നടക്കുകയാണ്. മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മാറ്റാൻ ആവശ്യമുണ്ട്. സൺഡ്രി ഡെറ്റർ ആയിട്ടോ തന്നെ ചെയ്യാം. അതിനുശേഷം കൺട്രോൾ അടിച്ച് സേവ് ചെയ്യുക. കംപ്ലീറ്റ് പാർട്ടികളും ഇതിനകത്ത് സൈറ്റിൽ കയറി വന്നിട്ടുണ്ട്. ലെഡ്ജറായിട്ട് ഇതുണ്ടോ, എല്ലാ പാർട്ടികളും കയറി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്ക് ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും.